കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 17 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. എന്നാൽ ആരുമൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. അപ്പോൾ അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നമ്മുടെ അനുദിന ജീവിതമായിട്ട് വല്ലാതെ പൊരുത്തപ്പെട്ട് കിടക്കുന്ന ഒരു സുവിശേഷമാണ്. ആരംഭിക്കുന്നത് ദുഷ്പ്രേരണ നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ദുഷ്പ്രേരണ നൽകരുത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് നമ്മെ തന്നെ ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ നൽകുന്നത് നല്ല പ്രേരണകളാണോ അതോ ദുഷ്പ്രേരണകളാണോ? പല രീതിയിൽ നമുക്ക് ദുഷ്പ്രേരണകൾ നൽകാൻ പറ്റും. ചിലരെ പാപത്തിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റും, തിന്മയിലേക്ക് നയിക്കാൻ പറ്റും. സത്യവിശ്വാസത്തിൽ നിന്നും ദുഷ്പ്രേരണകൾ നൽകി അബദ്ധ പ്രബോധനങ്ങളിലേക്കും തെറ്റായ ബോധ്യങ്ങളിലേക്കൊക്കെ നയിക്കാൻ പറ്റും. ഒരുപക്ഷെ തൻ്റെ തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്നൊക്കെ അവരെ നമുക്ക് ദുഷ്പ്രേരണ നൽകി നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് അവരെ പൂർണ്ണമായി ദൈവത്തിൽ നിന്ന് അകറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ ആത്മശോധന ചെയ്യേണ്ടത് നമ്മുടെ ജീവിതമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ദുഷ്പ്രേരണ ഉണ്ടാകുക അതെല്ലാം സാധ്യമാണ്, പക്ഷേ അത് ആരുമൂലം ഉണ്ടാകുന്നുവോ അവന് ദുരിതമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൂലം ദുഷ്പ്രേരണ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് സുവിശേഷത്തിലൂടെ ഈശോ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി തൊട്ടടുത്ത വാക്യങ്ങൾ പറയുന്നത് ക്ഷമിക്കുന്നതിനെ കുറിച്ചാണ്. ഒരു ദിവസം 7 പ്രാവശ്യം നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്ത് 7 പ്രാവശ്യം നിന്നോട് വന്ന് മാപ്പ് പറഞ്ഞു, നീ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. 7 എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുടെ നമ്പറാണെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര പ്രാവശ്യം നിന്നോട് സഹോദരൻ തെറ്റ് ചെയ്താലും അവൻ പശ്ചാത്തപിച്ച് നിന്നോട് ക്ഷമ യാചിച്ചാൽ നീ ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. ഇനി ഞാൻ ക്ഷമിക്കാതിരുന്നാൽ അത് ദുഷ്പ്രേരണയാണ്. നമ്മൾ 2-3 പ്രാവശ്യം ക്ഷമിച്ച് എന്നിട്ട് പറയാം, ഞാൻ ഇത്രയും ക്ഷമിച്ചില്ലേ, എനിക്കിനി ക്ഷമിക്കാനൊന്നും പറ്റില്ല, ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു വയ്ക്കും. ക്ഷമിക്കാതിരിക്കുമ്പോൾ മറ്റൊരു വാക്യം പറഞ്ഞാൽ ദുഷ്പ്രേരണ നൽകുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഒരു ദിവസം എത്ര പ്രാവശ്യം നിന്നോട് സഹോദരൻ തെറ്റ് ചെയ്തിട്ടും അവൻ തിരിച്ചു വന്ന് പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ നീ ക്ഷമിക്കണം. ഇവിടെ വെറുപ്പും വിദ്വേഷമൊന്നും വെച്ച് കൊണ്ടിരിക്കരുതെന്ന് പറയാം. അത് അങ്ങനെ ഒരു യേശുവിനോട് ബന്ധപ്പെട്ട് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതൽ വെറുപ്പും വിദ്വേഷമൊക്കെ ക്ഷമിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവൻ ദുർമാതൃക നൽകുകയാണ്. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ നമുക്ക് മുറിവേറ്റത് കൊണ്ടാണ്, നമുക്ക് വിഷമുണ്ടായി, നമുക്ക് സങ്കടം ഉണ്ടായത് കൊണ്ടാണ്, നമുക്ക് നമ്മുടേതായ കാരണങ്ങളും നമുക്ക് നമ്മുടേതായ ജീവിതത്തിനേറ്റ അവസ്ഥകളൊക്കെ നമുക്ക് വിവരിക്കാൻ പറ്റും. പക്ഷേ അടിസ്ഥാനപരമായി ഞാൻ ക്ഷമിക്കാതിരിക്കുമ്പോൾ ഞാൻ ദുർമാതൃക നൽകുകയാണ്. അപ്പോൾ ദുർമാതൃക നൽകുന്നവൻ അവൻ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് സുവിശേഷം പറഞ്ഞത്. കഴുത്തിൽ തിരികല്ല് കെട്ടിയിട്ട് കടലിൽ എറിയപ്പെടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ അവൻ ജീവിക്കാതിരിക്കുന്നതാണ് അതിനേക്കാളും നല്ലതെന്ന്. കാരണം എന്താ? അവന് അപരന്റെ വിശ്വാസത്തിനും ദൈവസ്നേഹത്തിനും എതിരായ ദുർമാതൃക നൽകുകയാണ്. അപ്പൊ നമുക്കൊരു ചിന്തയുണ്ടാവും, ഇതൊക്കെ സാധ്യമാണോ എന്ന്. അതിനുള്ള ഉത്തരവാണ് അടുത്ത വചനഭാഗത്ത് നമ്മൾ കാണുക.
കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് സാധ്യമാണെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വാഗ്ദാനത്തിലും കർത്താവിൻ്റെ സ്നേഹത്തിലും അവൻ്റെ കാരുണ്യത്തിലും പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവീക രഹസ്യങ്ങളോട് വിധേയപ്പെട്ട് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പൂർത്തിയാക്കുക സാധ്യമാണ്. നമ്മളതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ദുർമാതൃക നൽകാതെ ജീവിക്കാൻ പറ്റും. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക്, വചനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക്, ഈശോയോട് ബന്ധമുള്ള ഒരാൾക്ക് കർത്താവ് വാഗ്ദാനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അവൻ്റെ വാഗ്ദാനങ്ങളോട് പൂർണ്ണമായും ചേർന്ന് പോകാൻ തീരുമാനമെടുത്ത ഒരു ദൈവ പൈതലിന് ഇത് സാധ്യമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു കടുകുമണിയോളെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ സാധ്യമാണ്. അപ്പോൾ നമുക്ക് മാനുഷികമായിട്ടുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെനിക്ക് പറ്റില്ല, ഇതെനിക്ക് സാധ്യമാകില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, എനിക്ക് എളുപ്പപ്പെടാൻ പറ്റില്ല, എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ മാനുഷികവും സങ്കുചിതമായ ആലോചനകളും ചിന്തകളും നമ്മളെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വചനം പറയാണ്, ചെറിയൊരു വിശ്വാസമെങ്കിലുണ്ട് കർത്താവിൽ, ഒരു അല്പമെങ്കിലും, കടുകുമണിയോളമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന വൻ കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ കരുണയിലുള്ള വിശ്വാസം. നമുക്ക് ഓരോ നിമിഷവും നമ്മുടെ ജീവിതം പുനരാരംഭിക്കാനും പറ്റും. മറ്റുള്ളവരുടെ കരുണ കാണിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവത്തിൻ്റെ സവിശേഷത നമ്മൾ രൂപപ്പെടും. ദൈവസ്നേഹത്തിലുള്ള വിശ്വാസം അത് നമുക്ക് തരുന്ന ഒരു ധൈര്യമുണ്ട്. സഹനങ്ങളിലും വേദനകളിലും ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിലും ആരുമില്ല എന്ന് തോന്നുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും ഏകാന്തതയുടെ തടവറയിലൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരുതുന്ന സ്നേഹത്തിലുള്ള ഒരുവന്റെ വിശ്വാസമാണ് അവനെ ജീവിക്കാനും ഈ അനുഭവത്തിൽ നിന്നും പുറത്തു വരാനും ശക്തി തരുന്നത്. അപ്പോൾ നിരന്തരമായി ദൈവത്തിലുള്ള ഒരുവന്റെ വിശ്വാസം, ആ വിശ്വാസത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള നിത്യസത്യങ്ങൾ, അതേക്കുറിച്ച് ഒരു ദൈവ പൈതൽ ജീവിതത്തിൽ വിശ്വസിക്കാനും ഏറ്റെടുക്കാനും തുടങ്ങുമ്പോൾ വചനത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളിൽ പൂർത്തീകരിക്കപ്പെടാൻ എളുപ്പമാണെന്നും നമുക്ക് സാധ്യമാണെന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഉണ്ട് ഇന്നത്തെ സുവിശേഷം ഒരു സ്വീക്വൻസ് ആണ്. ദുഷ്പ്രേരണ നൽകാതിരിക്കുക. ക്ഷമിക്കാതിരിക്കുന്നവൻ ദുഷ്പ്രേരണ നൽകുന്നു. ഇനി എങ്ങനെ ദുഷ്പ്രേരണ നൽകാതിരിക്കാൻ പറ്റും? കർത്താവിൽ വിശ്വസിക്കുക, വിശ്വാസത്തിൽ വളരുക. അതോടൊപ്പം യേശുവിനോടുള്ള ഐക്യത്തിൽ വളരുമ്പോൾ ഒരു ദുഷ്പ്രേരണയില്ലാതെ എല്ലാവരോടും ക്ഷമിച്ച് സ്നേഹത്തിൻ്റെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റുമെന്നാണ് സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഈ സുവിശേഷത്തിൻ്റെ ആലോചന ഹൃദയത്തിലെടുത്ത് കർത്താവിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെടുന്നതിനനുസരിച്ച് ആ സ്നേഹത്തിന് ചേരാത്ത മനോഭാവങ്ങളിൽ നിന്നും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും അങ്ങനെ നമ്മളോടുള്ള ബന്ധത്തിൽ അപരൻ ദൈവസ്നേഹത്തിലേക്കും വിശ്വാസത്തിലേക്കും ഉയർത്തപ്പെടുന്ന സത്പ്രേരണ നൽകുന്ന ഒരു ജീവിതക്രമത്തിൻ്റെ ഭാഗമായി തീരാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.